ഹലോ എവരിവൺ, ഇൻഫോടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഇഗ്നോയിൽ അഡ്മിഷൻ നടക്കുന്ന സമയമാണ്. അപ്പോൾ ഇഗ്നോയിൽ അഡ്മിഷൻ നിങ്ങൾ എടുക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഗ്നോ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. ഫസ്റ്റ് തന്നെ ഇഗ്നോയുടെ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണോ, ഏതൊക്കെ കോഴ്സുകളാണ് അവൈലബിൾ ആയിരിക്കുക, ഫീ എങ്ങനെയാണ്, സെൻറ്റർ എവിടെ കിട്ടും, ഇങ്ങനെ ലോട്ട്സ് ഓഫ് ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുൻപ് നിർബന്ധമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലോകത്തിൽ തന്നെ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഥവാ നമ്മൾ പറഞ്ഞ ഇഗ്നോ യൂണിവേഴ്സിറ്റി. ഇതൊരു നാഷണൽ യൂണിവേഴ്സിറ്റിയാണ്. ഓൾസോ UGC അംഗീകാരത്തോടുകൂടി പ്രവർത്തിച്ചു വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം അടിക്കേണ്ട ആവശ്യമില്ല. കാരണം UGC അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റി തന്നെയാണ്. സോ നിങ്ങൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് 100% വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ കോഴ്സ് എടുക്കുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ട്, റെഗുലറായി പോയി പഠിക്കാനുള്ള സമയമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു യൂണിവേഴ്സിറ്റിയിലും ഡിസ്റ്റന്റ് ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. നേരെ റെഗുലറായിട്ട് നിങ്ങൾക്ക് പോയി പഠിക്കാവുന്നതാണ്. പക്ഷെ എല്ലാ ആൾക്കാർക്കും റെഗുലർ കോളേജിൽ പോയി പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. കൂടുതലും വർക്കിംഗ് പേഴ്സൺസ്, അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളുള്ള വീട്ടമ്മമാര് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നേരിട്ട് കോളേജിൽ പോയി പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ള ആൾക്കാരാണ്, അങ്ങനെയുള്ളവർക്കുള്ള നെക്സ്റ്റ് ഓപ്ഷനാണ് ഈ ഒരു ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ. അപ്പോൾ നിങ്ങളൊരു ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ആണ് നോക്കുന്നതെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഇന്ദിരാഗാന്ധി തന്നെയാണ് കേട്ടോ. ഈ ഒരു ഇഗ്നോ യൂണിവേഴ്സിറ്റി തന്നെയാണ്. അതിന് റീസെർച്ച് സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ ആണ്. ഓൾസോ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് പഠിക്കാം, വേറെ എവിടെയും പോവേണ്ട ആവശ്യം വരുന്നില്ല. സോ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ഓരോ വർഷവും 2 തവണയാണ് ഇൻടേക്ക് ഉള്ളത്, അഡ്മിഷൻ നടക്കാറുള്ളത്. ഒന്ന് ജനുവരി സെക്ഷനിലും മറ്റൊന്ന് ജൂലൈ സെക്ഷനിലുമാണ്. ഇതിൽ ജനുവരി സെക്ഷന്റെ അഡ്മിഷൻ ഒരു ഡിസംബർ ജനുവരി സമയത്താണ് സാധാരണ തുടങ്ങാറുള്ളത്. ജൂലൈ സെക്ഷന്റെ ആണെങ്കിലോ ഒരു മെയ് ജൂൺ സമയമൊക്കെ ആകുമ്പോൾ അഡ്മിഷൻ നടക്കാറുണ്ട്. അഡ്മിഷൻ സൈറ്റ് ഓപ്പൺ ആയി ഒരു 2 to 3 months നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നുണ്ട് സാധാരണ. സോ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ ഒരു ഇൻടേക്ക് സമയത്ത് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. കംപ്ലീറ്റ് ആയിട്ട് ഓൺലൈൻ പ്രൊസീജിയറിലൂടെ ആണ് നമ്മൾ ഈ ഒരു അഡ്മിഷൻ എടുക്കാൻ. നമ്മളുടെ ഡോക്യുമെന്റ്സ് എല്ലാം ഇഗ്നോയുടെ സൈറ്റ് ത്രൂ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സോ ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് വീഡിയോയിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മൾ അഡ്മിഷൻ എടുത്തു കൊടുക്കുന്നുണ്ട്. ഓൾസോ അഡ്മിഷന് ശേഷം നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ സർവീസസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ താല്പര്യമുള്ളവർക്ക് നമ്മളെ ഡയറക്റ്റ്ലി വാട്സ്ആപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തുള്ള ചോദ്യമാണ്, ഏതൊക്കെ തരത്തിലുള്ള കോഴ്സുകളാണ് ഇഗ്നോയിൽ അവൈലബിൾ ആയിരിക്കുക എന്നുള്ളത്. മറ്റ് എല്ലാവിധ യൂണിവേഴ്സിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ UG PG ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ്, അങ്ങനെയുള്ള എല്ലാ പ്രോഗ്രാംസും ഇഗ്നോയിൽ അവൈലബിൾ ആണ്. അപ്പോൾ BA എടുക്കാവുന്ന താല്പര്യമുള്ളവർക്ക് അത് എടുക്കാം, PG എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അത് എടുക്കാം. ഇനി 6 മാസത്തെ കോഴ്സോ സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പ്രോഗ്രാംസ് ഒക്കെ ഇതിൽ അവൈലബിൾ ആണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ അതൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളതുപോലെ എടുക്കാവുന്നതാണ്. ഇനി ഫീ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, മറ്റുള്ള യൂണിവേഴ്സിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇഗ്നോയുടെ ഫീ അത്ര ഒരുപാട് കൂടുതലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ BA പ്രോഗ്രാംസ് ഒക്കെ എടുക്കുവാണെങ്കിൽ ഒരു വർഷത്തേക്ക് നമുക്ക് വരുന്ന ഒരു ഫീ ഒരു 5000 റേഞ്ചിലാണ്. അതുപോലെ PG പ്രോഗ്രാംസ് ഒക്കെയാണ് നോക്കുന്നതെങ്കിൽ MBA പോലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ഒരു 16,000 വരുന്നുണ്ട്. MCOM മറ്റേ MA ഇംഗ്ലീഷ് ഇതിനൊക്കെ ഒരു 9,000 10,000 ഈ റേഞ്ചിലാണ് സാധാരണ ഫീസ് വരുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ഒരു വർഷത്തേക്കുള്ള ഫീ ആണ്, അല്ലാതെ യൂണിവേഴ്സിറ്റിക്ക് ജസ്റ്റ് രജിസ്ട്രേഷൻ ആയിട്ടൊന്നും അടയ്ക്കുന്ന ഫീ അല്ല. നിങ്ങൾ ഒരു വർഷം അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് സെം അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഓൾറെഡി പേ ചെയ്യേണ്ട ഒരു എമൗണ്ട് ആണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആക്യുറേറ്റ് എമൗണ്ട് അല്ല. നിങ്ങൾ എടുക്കുന്ന കോഴ്സ് അനുസരിച്ച് ഈ ഒരു ഫീസിൽ വേരിയേഷൻ വരും കേട്ടോ. അപ്പോൾ ഈ ഫീസിൽ നിങ്ങൾ അടയ്ക്കുന്ന ടൈമിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനോട് കൂടിയുള്ള ഒരു ഫീ ആണ് യൂണിവേഴ്സിറ്റിക്ക് പേ ചെയ്യുന്നത്. അപ്പോൾ ഫീ അടച്ചു കഴിഞ്ഞ് അഡ്മിഷൻ പ്രൊസീജിയർ ഒക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇഗ്നോ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നിങ്ങൾ കൊടുക്കുന്ന അഡ്രസ്സിലോട്ട് ടെക്സ്റ്റ് ബുക്കുകൾ അയച്ചു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് എങ്ങനെ കിട്ടും, പഠിക്കുന്ന കാര്യം എങ്ങനെയാണ്, ഈ ഒരു സംശയം മാറിയിട്ടുണ്ടാവുമല്ലോ. ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. മെയിൻലി 2 തരത്തിലുള്ള പ്രോഗ്രാംസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ODL പ്രോഗ്രാംസും മറ്റൊന്ന് ഓൺലൈൻ അല്ലെങ്കിൽ OL പ്രോഗ്രാംസും ആണ്. ഈ ODL പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ നോർമലി എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഡിസ്റ്റന്റ് എഡ്യൂക്കേഷനിൽ വരുന്ന പ്രോഗ്രാംസ് ആണ് ODL പ്രോഗ്രാംസ്. ഓൺലൈൻ പേര് കേട്ടതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഓൺലൈനിൽ വരുന്ന കോഴ്സുകളാണ്. സോ ഓൺലൈൻ കോഴ്സുകൾ വന്നിട്ട് അധികം നാളായില്ല, കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ. ODL പ്രോഗ്രാംസ് ഇഗ്നോ യൂണിവേഴ്സിറ്റി തുടങ്ങിയത് തൊട്ടേ നടന്നു വരുന്ന കോഴ്സുകളാണ്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ODL അല്ലെങ്കിൽ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ എടുക്കാനായിട്ടാണ്. അതാവുമ്പോൾ എല്ലാവർക്കും അതിന്റെ ഡീറ്റെയിൽസ് അറിയാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിനുള്ള കറക്റ്റ് മറുപടികൾ നിങ്ങൾക്ക് ഈ ഒരു സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലോ അല്ലെങ്കിൽ ഈ ഒരു സെന്ററിലെ
ടീച്ചേഴ്സിനോട് ചോദിച്ചാൽ പോലും പെട്ടെന്ന് ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാൻ പറ്റും. സോ എപ്പോഴും ഓഡിയൽ പ്രോഗ്രാംസ് എടുക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് എന്താണ്, ഇതിൽ ക്ലാസ്സിനെ കുറിച്ചാണ്. അപ്പോൾ സംശയം അടുത്ത് നിങ്ങൾക്ക് വന്നേക്കാം, ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ആണ്, അപ്പോൾ ക്ലാസ്സുകൾ കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഈ യൂണിവേഴ്സിറ്റി ഇഗ്നോ യൂണിവേഴ്സിറ്റി കൂടുതലും സെൽഫ് സ്റ്റഡി ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അതായത് സ്വയം നമ്മൾ പഠിക്കുന്ന കാര്യമാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി അധികം പ്രൊമോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരുപാട് ക്ലാസ്സുകളൊന്നും നിങ്ങൾക്ക് കിട്ടില്ല, സ്വയം വേണം നിങ്ങൾ കൂടുതൽ പഠിക്കാൻ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു കൂടുതലും വർക്കിംഗ് പേഴ്സൺസ് ഒക്കെ ആയിരിക്കാം ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കുന്നത്. സോ അവർക്ക് മോർണിംഗ് ടൈം അങ്ങനെയൊന്നും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ അതുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി ഒരു സെൽഫ് സ്റ്റഡി പ്രൊമോട്ട് ചെയ്യുന്നത്. സോ എക്സാമിന് മുൻപൊക്കെ ആയിട്ട് നിങ്ങളുടെ സെന്ററിൽ നിന്ന് ഓൺലൈനായിട്ട് ഗൂഗിൾ മീറ്റ് ത്രൂ ഒക്കെ ക്ലാസ്സുകൾ കിട്ടുന്നതാണ് കേട്ടോ, ഈവനിങ് ടൈം ഒക്കെ ആയിട്ട്. അതിന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിലൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിലും ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഈ കിട്ടുന്ന ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്ത് സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് പഠിക്കാവുന്നതാണ്. അടുത്ത് നിങ്ങൾക്ക് വരുന്ന ഒരു സംശയമായിരിക്കും, നമ്മളുടെ സെന്റർ എവിടെയാണ് കിട്ടുക, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി സെന്റർ എവിടെയാണ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഇഗ്നോയുടെ സ്റ്റഡി സെന്റർ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഇഗ്നോ എന്ന് പറയുമ്പോൾ അതിന്റെ മെയിൻ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ഡൽഹിയിലാണ്. പക്ഷെ എല്ലാ സ്റ്റുഡൻസിനെയും ഡയറക്റ്റ് ആയിട്ട് ഒരു ഡൽഹിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അതിന് പകരം ഓരോ ഡിസ്ട്രിക്റ്റിലും ഒരു 1, 2, 3 സെന്റേഴ്സ് ഒക്കെ ഇഗ്നോ തന്നെ ഒരു സബായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സെന്ററിലായിട്ടായിരിക്കാം നമ്മളുടെ അസൈൻമെന്റ്സ് അല്ലെങ്കിൽ നമ്മളുടെ എൻറോൾമെന്റ് ഡീറ്റെയിൽസ് അങ്ങനെയുള്ളതെല്ലാം ഈ ഒരു സെന്ററിലായിരിക്കും വരുന്നത്. അപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും സെന്റേഴ്സ് അവൈലബിൾ ആണ്. നിങ്ങളുടെ നിയറസ്റ്റ് ഏതാണോ സെന്റർ, ആ ഒരു സെന്റർ അഡ്മിഷൻ ടൈമിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ മാർവാനീസ് ട്രിവാൻഡ്രത്തുണ്ട്, ഓൾസോ കൊല്ലം ആണെങ്കിൽ എസ് എൻ കോളേജ്, പത്തനംതിട്ട ആണെങ്കിൽ കത്തോലിക്കേറ്റ് കോളേജ്, പിന്നെ അങ്ങനെ എല്ലാ ഡിസ്ട്രിക്റ്റിലും 2, 3, 4 സെന്റേഴ്സ് ഒക്കെ വെച്ച് സ്റ്റഡി സെന്റേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് സെന്റർ ചൂസ് ചെയ്യാവുന്നതാണ്. അടുത്താണ് അസൈൻമെന്റിന്റെ കാര്യം നമ്മൾ പറയാൻ പോകുന്നത്. അസൈൻമെന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇഗ്നോയുടെ എക്സാമിന് മുൻപ് എഴുതി തയ്യാറാക്കേണ്ട ഒന്നാണ് അസൈൻമെന്റ്സ്. അസൈൻമെന്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നോർമലി സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് പ്രിപ്പയർ ചെയ്യുന്ന അസൈൻമെന്റ്സ് A4 പേപ്പറിൽ നമ്മൾ തന്നെ എഴുതി, അല്ലെങ്കിൽ നമ്മളുടെ ആരെങ്കിലും, നമുക്ക് സമയമില്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും കൊണ്ട് എഴുതിപ്പിച്ചാൽ മതി, കുഴപ്പമില്ല. സോ അങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ട ഓരോ സബ്ജക്റ്റിനും അസൈൻമെന്റ് ഉണ്ടാവും കേട്ടോ. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് നമ്മൾ എഴുതി കൊണ്ട് വയ്ക്കുക. ഒരു ഇന്റേണൽ മാർക്ക് പോലെ കിട്ടുന്ന ഒരു സംഭവമാണ്. ഈ അസൈൻമെന്റ് നമ്മളുടെ സ്റ്റഡി സെന്ററിൽ വേണം. ഞാൻ പറഞ്ഞല്ലോ എല്ലാ ഡിസ്ട്രിക്റ്റിലും കുറച്ച് സെന്റേഴ്സ് ഉണ്ട്. ആ സെന്ററിൽ വേണം നമ്മൾ ഈ ഒരു അസൈൻമെന്റ്സ് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ചിലർ ഇപ്പോൾ ഇവിടെ ഈ കേരളത്തിലുള്ള ആൾക്കാരെല്ലായിരിക്കും അഡ്മിഷൻ എടുക്കുന്നത്. മേ ബി അബ്രോഡൊക്കെ നിന്നായിരിക്കും നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സെന്റർ മേ ബി നിങ്ങൾ ദുബായിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കും, പക്ഷെ നിങ്ങളുടെ സെന്റർ ഒരു എറണാകുളത്താണെങ്കിൽ അസൈൻമെന്റ് നിങ്ങൾ കൊണ്ടുവയ്ക്കാൻ പറ്റിയെന്ന് വരില്ലല്ലോ. സോ സ്റ്റുഡന്റ് തന്നെ അസൈൻമെന്റ് ഒന്നും കൊണ്ടുവയ്ക്കാൻ പോകണമെന്ന് ഇവിടെ ഇഗ്നോയിൽ ഒരു അങ്ങനെ ഒരു റൂളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് പോകാൻ പറ്റില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ അങ്ങനെ ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ അസൈൻമെന്റ്സ് ഒക്കെ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത വരുന്ന കാര്യമാണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് നിങ്ങൾ ഇയർലി പ്രോഗ്രാം ആണ് എടുക്കുന്നതെങ്കിൽ, അതായത് BA ഇംഗ്ലീഷോ BA സോഷ്യോളജിയോ ഇതെല്ലാം വരുന്നത് ഇയർലി പ്രോഗ്രാം ആണ്. ഇയർലി പ്രോഗ്രാം എന്ന് പറയുമ്പോൾ വർഷത്തിലൊരിക്കൽ ആയിരിക്കും ഇതിന്റെ എക്സാംസോ അസൈൻമെന്റ് ഒക്കെ നടക്കുന്നത്. സോ ഓരോ വർഷം കൂടുമ്പോഴും എക്സാംസ് ഉണ്ടാവും. പിന്നെ BCA അല്ലെങ്കിൽ PG പ്രോഗ്രാംസ് അതിനൊക്കെ 6 മാസം കൂടുമ്പോഴായിരിക്കും എക്സാംസ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു എക്സാംസിന് മുൻപായിട്ടാണ് നിങ്ങൾ അസൈൻമെന്റ് വെക്കേണ്ടത് കേട്ടോ. ഈ എക്സാംസ് നിങ്ങൾക്ക് ഇന്ത്യയിലെ ഏത് സെന്ററിൽ വേണേലും പോയി എഴുതാവുന്നതാണ്. ഇപ്പോൾ എല്ലാ ജില്ലകളിലും ഇപ്പോൾ സെന്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ആലപ്പുഴയിലില്ല, ബാക്കി ഇത് ഫ്യൂച്ചറിൽ വരുമായിരിക്കും കേട്ടോ. ബാക്കി എല്ലാ ജില്ലകളിലും 2, 3, 4 സെന്റേഴ്സ് ഒക്കെ വെച്ച് എക്സാമിനേഷൻ സെന്റേഴ്സ് അവൈലബിൾ ആണ്. സോ നിങ്ങളുടെ വീടിനടുത്തുള്ള സെന്റർ ഏതാണോ അവിടെ പോയി നിങ്ങളുടെ ഇഷ്ടപ്രകാരം എക്സാംസ് എഴുതാവുന്നതാണ് കേട്ടോ. അപ്പോഴാണ് അടുത്തൊരു സംശയം വരുന്നത്. നമുക്ക് ഫസ്റ്റ് ഇയറിൽ സാധാരണ 8 സബ്ജക്റ്റ് ആണ് UG പ്രോഗ്രാംസിലൊക്കെ നമുക്ക് പഠിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഈ വർക്കിംഗ് പേഴ്സൺസിനൊക്കെ ആണെങ്കിൽ അവർക്ക് 8 സബ്ജക്റ്റ് മേ ബി പഠിച്ച് തീർന്നിട്ടുണ്ടാവില്ല എക്സാം സമയത്ത്. അങ്ങനെയുള്ളവർക്കും ഇഗ്നോ ഒരു ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ചൂസ് ചെയ്യുന്ന സബ്ജക്റ്റുകൾ മാത്രം ഫസ്റ്റ് ഇയർ എഴുതാം. അത് കഴിഞ്ഞ് ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആവത്തില്ല, നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെ എഴുതിയെടുത്താൽ മതി. അത് ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ BA ഇംഗ്ലീഷ് ആണ് എടുക്കുന്നതെങ്കിൽ ആദ്യത്തെ വർഷം കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ 4 സബ്ജക്റ്റ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ അഡ്മിഷൻ അടുത്ത 1 വർഷം ആവുന്ന സമയത്ത് നിങ്ങൾക്കൊരു 4 എണ്ണം എഴുതാം. അത് കഴിഞ്ഞ് 6 മാസം കഴിയുന്ന സമയത്ത് ബാക്കി എക്സാംസ് എഴുതിയെടുത്താലും മതി. ഓക്കെ, അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. ഇഗ്നോയിൽ ഓരോ 6 മാസം കൂടുമ്പോഴും എക്സാംസ് നടക്കാറുണ്ട്. അതും ഡിസംബറിൽ ഒരു എക്സാം നടക്കും, പിന്നെ നടക്കുന്നത് ജൂണിലായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും എക്സാമോ അസൈൻമെന്റ് ഒക്കെ ഡിസംബറിൽ വയ്ക്കാൻ പറ്റില്ലെങ്കിൽ അസ്യൂഷൻ നിങ്ങൾക്ക് ജൂണിൽ ഇത് സബ്മിറ്റ് ചെയ്ത് എക്സാം എഴുതാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രൊസീജിയേഴ്സ് ഒക്കെ ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ജോലിയുള്ള ആൾക്കാർക്കും അതുപോലെ കുഞ്ഞുകുട്ടികളുള്ള ആൾക്കാർക്കൊക്കെ ഇഗ്നോ ആണ് ബെറ്റർ എന്ന് പറഞ്ഞത്. ഇത്രയും സംവിധാനങ്ങൾ വേറെ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം നമ്മളിപ്പോൾ ഒരു എക്സാം എഴുതിയില്ലെങ്കിൽ ബാക്കി യൂണിവേഴ്സിറ്റിയിലേക്ക് അത് സപ്ലൈ ആയിട്ടായിരിക്കും വരുന്നത്. പക്ഷെ ഇവിടെ സപ്ലൈ അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല. നമുക്ക് സമയം കിട്ടുന്നത് പോലെ എഴുതിയെടുത്താൽ മതി കേട്ടോ.
ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ PG പ്രോഗ്രാംസ് 4 വർഷമാണ് മാക്സിമം വാലിഡിറ്റി വരുന്നത്. UG പ്രോഗ്രാംസ് അഥവാ ഡിഗ്രി പ്രോഗ്രാംസിന് മാക്സിമം വാലിഡിറ്റി 6 വർഷമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സുകൾ ഈ ഒരു 3 വർഷം കൊണ്ടൊന്നും എഴുതിയെടുക്കാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങളുടെ മുന്നിൽ 6 വർഷം വരെ സമയമുണ്ട്. അതിനുള്ളിൽ നിങ്ങൾക്ക് പതിയെ പഠിച്ചാണെങ്കിലും ഈ കുറച്ച് സബ്ജക്റ്റ് വെച്ച് പഠിച്ചാണെങ്കിലും എക്സാംസ് എഴുതിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇഗ്നോയിൽ അഡ്മിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്, വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അഡ്മിഷൻ എടുക്കുന്നത് മാത്രമല്ല, അഡ്മിഷൻ എടുത്തതിന് ശേഷം നമ്മളുടെ എല്ലാവിധ അസിസ്റ്റൻസും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള, അഡ്മിഷന് മുൻപ് അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കും കേട്ടോ. ഓൾസോ ഇഗ്നോ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകളൊക്കെ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.